ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ യു എയിലെ ലൈഫ് എക്സ്പീരിയൻസിനെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. യു എയിൽ ഞാൻ അബുദാബിയിലാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 2.5 ഇയേഴ്സായി ഇവിടെ. ഫാമിലിയാണ്, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. 2023 ഡിസംബറിലാണ് ഞാൻ ഫസ്റ്റ് യു എയിലോട്ട് വരുന്നത്. ഹസ്ബൻഡ് ഇവിടെ തന്നെ ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് വന്നത്. വന്നിട്ട് ജോബിന് അപ്ലൈ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഇന്ത്യയിൽ നൗകരി, പിന്നെ ലിങ്ക്ഡിൻ, ഈ ആപ്സിലൊക്കെ ജോബ് ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂസ് വിളിക്കുന്നുണ്ടായിരുന്നു, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. പിന്നെ കിട്ടാൻ പാട് തന്നെയാണ്. അവർ യു എ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. നാട്ടിലിപ്പോൾ നമ്മൾ എത്ര വർക്ക് ചെയ്താലും യു എ എക്സ്പീരിയൻസ് ആണ് മാറ്റർ ചെയ്യുന്നത്. ഒരു 6 months വരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. മെയ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് എനിക്ക് പിന്നെ ആമസോൺ വെയർ ഹൗസിൽ ജോബ് കിട്ടിയത്. അതൊരു 6 months കോൺട്രാക്റ്റ് തന്നെയായിരുന്നു. അവിടെ വന്നിട്ട് നോൺ ഇൻവെൻട്രി അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു. അവിടുത്തെ ജോബ് റോൾ എന്ന് പറയുമ്പോൾ ലൈക്ക് HR റൂം സെറ്റപ്പ്, ഫസ്റ്റ് എയ്ഡ് റൂം സെറ്റപ്പ്, ദെൻ ക്യാൻറ്റീൻ സെറ്റപ്പ്, അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനാണ്. പിന്നെ നമുക്ക് മെറ്റീരിയൽസ് വരും, ഡെലിവറി റിസീവ് ചെയ്യണം. പിന്നെ അവിടെ സ്റ്റാഫ്സ് ഉണ്ട്, എംപ്ലോയീസ് ലൈക്ക് ഫ്രം ബംഗ്ലാദേശാണ്. അപ്പോൾ അവർക്ക് ലാംഗ്വേജ് ബുദ്ധിമുട്ടുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ സീനിയർ സ്റ്റാഫ്സ് നമ്മുടെ അടുത്ത് പറയും ഓരോ കാര്യങ്ങൾ. അപ്പം അവർക്കത് നല്ല ഗൈഡൻസ് കൊടുക്കണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അവിടെ ഒരു ഓഗസ്റ്റ് വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നും ജോബ് നോക്കി. പിന്നെ നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കമ്പനിയിൽ വിളിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഡിസംബർ 9th ആയപ്പോഴത്തേക്കും ജോയിൻ ചെയ്തു. ആ കമ്പനി തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. 1.5 ഇയേഴ്സായി. ഈ ജോബൊക്കെ കിട്ടാതെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം എക്സ്പെൻസ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ റെൻ്റ് അടയ്ക്കണം. പിന്നെ പനിയൊക്കെ വന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട്, എക്സ്പെൻസ്. നാട്ടിൽ പോയാന്ന് കൂടി ആലോചിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് നോക്കാം. അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടി, പോകുന്നുണ്ട്. അത്യാവശ്യം സാലറി ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ 2 പേർക്കും ജോലി മസ്റ്റായിട്ട് വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം റെൻ്റ് തന്നെ അത്യാവശ്യമുണ്ട്. റെൻ്റ് നല്ലൊരു എമൗണ്ട് ആവും. വൺസ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പിടിച്ച് നിൽക്കാം. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അവർ കൂടുതലായിട്ടും ഇൻ്റർവ്യൂസിന് പോകുമ്പോഴത്തേക്കും ചോദിക്കുന്നത്. പിന്നെ അബുദാബിയിൽ ജോബ് കിട്ടാതെ ആയപ്പോഴത്തേക്കും നമ്മൾ തീരുമാനിച്ചു പിന്നെ ദുബായിലോട്ട് നോക്കാമെന്ന്. അങ്ങനെ ദുബായിൽ 2-3 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ഞാൻ പോകാൻ മടിച്ച്. കാരണം ഹസ്ബൻഡിനെ ഇവിടെ ആക്കിയിട്ട് നമ്മളിവിടെ വന്നതിന് ഒരുമിച്ച് നിൽക്കാനല്ലേ. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ ദുബായ് ഒഴിവാക്കിയത്. പിന്നെ എനിക്ക് ദുബായിനെക്കാട്ടിയും കൂടുതലും ഇഷ്ടപ്പെട്ടത് അബുദാബിയാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ്, അത്ര ട്രാഫിക്കൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, തണുപ്പാണെങ്കിൽ നല്ല തണുപ്പാണ്, അതൊരു 6 months വരെ കാണും. ചൂടാണെങ്കിൽ നല്ല ചൂടാണ്, 50 to 60 ഡിഗ്രി വരെ പോവും. അത് ഇച്ചിരി അൺസഹിക്കബിളാണ്, പറ്റത്തില്ല കേട്ടോ ഒട്ടും. 2024 ഇവിടെ ഫ്ലഡ് വന്നത്. അന്ന് എനിക്ക് ജോബൊന്നും ഇല്ലായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഹസ്ബൻഡിന് ജോബുണ്ടായിരുന്നു, ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ മഴ വന്നാൽ 2 വർഷത്തിലൊരിക്കലൊക്കെ മഴ വരാറുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫ്ലഡാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോയായിരുന്നു. വെക്കേഷൻ ഒരു 40 days ലീവ്. നാട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അടുത്ത വെക്കേഷൻ വരുവാണ്. അപ്പോൾ ഇനി നാട്ടിൽ പോകണം. യു എ എക്സ്പീരിയൻസ് പറഞ്ഞാൽ കിടിലം എക്സ്പീരിയൻസാണ്. നമ്മുടെ ഓൺ ലൈഫ്, വർക്ക്, ഹോം, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഫെസ്റ്റിവൽസ് എന്തെങ്കിലും വന്നാൽ നമ്മൾ നമ്മുടേതായ രീതിയിലങ്ങ് ആഘോഷിക്കും. അങ്ങനെ നാട്ടിലത്തെ ഹോളിഡേയ്സൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇവിടുത്തെ ഹോളിഡേയ്സ് ആണ്, യു എ പബ്ലിക് ഹോളിഡേയ്സാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ റമദാനൊക്കെ വരുമ്പോൾ വർക്കിംഗ് അവേഴ്സ് കുറവായിരിക്കും. പിന്നെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമ്മൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങും, മൂവീസ് കാണാനോ, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ബീച്ചുണ്ട്, കോർണിഷ് ബീച്ച്. അവിടെ നമ്മൾ പോവും, ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഫ്രണ്ട്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗെദർ, അങ്ങനത്തെ പരിപാടീസൊക്കെ. ഞാൻ 2 years വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത് തിരക്കായിരുന്നു. ജോലി കിട്ടിയപ്പോൾ പിന്നെ ഞാനങ്ങ് നിർത്തി. കാരണം തിരക്കാണ്, നമുക്ക്
വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ UAEയിലെ 2 ഇയേഴ്സ് ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.